ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്താണ് ഇന്ന് ഫ്രൈഡേ ആണ് ഗൈസ്. ആൻഡ് ഇന്ന് എനിക്ക് ലീവാണ്, കാരണം ഇന്ന് എന്തോ മസ്റ്റ് ചെയ്തുകൊണ്ട് കോളേജില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എന്താണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നു. ഡേ ഇൻ മൈ ലൈഫ് ഇടോ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ പോവാണ് ഗൈസ്. ഇന്ന് ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാകുന്ന സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യാട്ടോ എങ്ങനെയുണ്ടെന്നും. അപ്പം നിങ്ങൾക്ക് കോളേജ് ഉണ്ടോ സ്കൂളുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9:22. ഞാനിപ്പോൾ എണിച്ചു 9 മണിക്ക് എണിച്ചു. മുഖം കഴുകി പല്ലൊക്കെ തിരിച്ച് റെഡി ആയിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കട്ടൻ കാപ്പി കുടിക്കണം കേട്ടോ. എനിക്ക് കട്ടൻ കാപ്പി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കണം. അതിനുശേഷം കുളിച്ച് റെഡി ആയിട്ട് കുറച്ച് കാര്യം ചെയ്യാണ്ട് ഒരു സ്ഥലം പോകാണ്ട് കേട്ടോ. വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ കട്ടൻ കാപ്പി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കുടിക്കുക, ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ അപ്പുറത്ത് കാണുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമുക്ക് ഇടിയപ്പമാണെന്ന്. ഇടിയപ്പത്തിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് അത് എന്താണ് കഴിക്കാൻ വേണ്ടി ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും. നമ്മുടെ റേഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 9:30 ഞാൻ പറഞ്ഞല്ലോ 9:30 ആയി സമയം. അപ്പോൾ ഞാനത് കട്ടൻ കാപ്പി കുടിക്കുക. അതുപോലെ തന്നെ ഈ ഇടിയപ്പം ഞാനാണ് കേട്ടോ ചെയ്യാറ്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ശീലമായിട്ടോ ചെയ്ത് നല്ല സുഖമാണ് ചെയ്യാൻ. തോല് കളഞ്ഞിട്ട് നമ്മളത് നല്ലപോലെ ക്രഷ് ചെയ്ത് വെക്കും. ഞാൻ ചെയ്യുമ്പോൾ നല്ലപോലെ ആവാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അതാണ് എൻ്റെ പരിപാടി, ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. സുഖമാണ് കേട്ടോ. നമ്മൾ 2 പാത്രം എടുത്തിട്ട് 3 പാത്രം അടിയിൽ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഒരൊക്കെ ഒരൊക്കെ നമ്മൾ തോല് കളഞ്ഞിട്ടുള്ള കേട്ടോ. അങ്ങനെ നമ്മൾ ക്രഷൊക്കെ ചെയ്യാനുണ്ട് നല്ലപോലെ. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഉരുളക്കിഴങ്ങുള്ളത് ഈ പാത്രത്തിലാണ്. മറ്റേതിൽ നമ്മൾ തോല് കളയുന്നുണ്ട് കേട്ടോ. സാധാരണ മറ്റേ കുഞ്ഞു പ്ലേറ്റിലാണ് തോല് കളയാൻ തിരിഞ്ഞു പോയിട്ട് പെട്ടെന്ന് സാരില്ല, അതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. കാരണം ഈ ഒരു പാത്രത്തിലാകുമ്പോൾ കുറച്ചുകൂടി ക്രഷ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഞാൻ പെട്ടെന്ന് കാര്യം മറന്നു കിട്ടും. ഞാൻ പെട്ടെന്ന് മറ്റേലും അത് ഇതിലിട്ടോ, പിന്നെ സാരിലും തോലിട്ട് കളഞ്ഞല്ലേന്ന് വെച്ചു. ഉരുളക്കിഴങ്ങിന് വേഗം മൂട്ടു കാരണം കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി അധികം ഉണ്ടല്ലോ തോല്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസം ചെയ്യാറ് ഈ ഒരു വർക്ക് കാണിച്ചു തരാണ്. ഇതായത് ഉരുളക്കിഴങ്ങ് ഉണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി സ്പീഡായിട്ട് കാണിക്കാൻ എല്ലാം ഉരുളക്കിഴങ്ങ് ആക്കിയതിന് ശേഷം ക്രഷിംഗ് ഉള്ള പരിപാടിയാണ് കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ. നല്ലപോലെ അമർത്തി ഇങ്ങനെ ചെയ്ത് കണ്ടോ. അതും ആ പരിപാടിയും നമ്മുടെ ഓക്കെ ആയിട്ടോ. അതിന് ശേഷം നമ്മളെന്താണ് ഇടിയപ്പം ആയിട്ടോ ഫ്രണ്ട്സ്. നല്ല ഇടിയപ്പം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പോൾ 9:45 ഗൈസ്. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കാം. അതിനുശേഷം കുളിക്കാൻ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് കാണാം ഗൈസ്. ശേഷം നമ്മൾ ഇടിയപ്പം കഴിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇടിയപ്പം നമ്മൾ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഈ ഒരു ലാമ്പ് കത്തി വെച്ചാൽ നമ്മുടെ അവിടെ കറണ്ട് പോയിട്ട് ഗൈസ് ഇനി 5:30 വരുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിയുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായിട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പവും കറിയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കാപ്പി വെക്കേണ്ട പരിപാടിയാണ് ഗൈസ്. ഇവിടെ ബ്രൂ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ബ്രൂ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് അച്ഛനും ചായ ഇഷ്ടമാണ്. എനിക്ക് ചേട്ടനുമാണ് ബ്രൂ ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചെപ്പോഴും ബ്രൂ കാപ്പിനെ കുടിക്കാറ്. രണ്ടെണ്ണമായിട്ട് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചായ കുടിക്കൂട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ കാപ്പിയുടെ ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ കോഫിയാണോ ടീ ലവറാണോ കമൻറ്റിൽ പറയാം. അതിനുശേഷം നമുക്ക് ബീൻസും അതുപോലെ തന്നെ തക്കാളി കറി വെക്കാമെന്ന് വെച്ചു. കാരണം ബീൻസ് മെഴുക്കുവരട്ടിയും തക്കാളി കറി കാരണം നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് എന്താണുള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്ക് തക്കാളി കറി ആകുമ്പോൾ അതിന് തേങ്ങ വേണ്ടല്ലോ, സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കറണ്ട് പോകുമ്പോൾ അതാണ് കേട്ടോ ഏറ്റവും സൂപ്പർ. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടിയും. പിന്നെ ഞാൻ പറഞ്ഞൊരു സ്ഥലത്ത് പോകണ്ടായിരുന്നു, അത് വേറെ ഒന്നുമല്ല. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കൊറിയർ നമ്മുടെ മുണ്ടൂർ ഭാഗത്താണ് വന്നേക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് എടുക്കണം. നമുക്ക് അവിടെ പോയിട്ട് റിസീവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റില്ല കാരണം കോളേജ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5:30 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടോ. പിന്നെ വേഗം തന്നെ റെഡി ആവാണ് കേട്ടോ. കുറേ ആലോചിച്ച് പോകണോ വേണ്ടിയോ, നാളെ പോയാൽ മതി എന്നുള്ള കാരണം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവും അങ്ങനെ കാര്യങ്ങൾ കുറേ ആലോചിച്ച് അങ്ങനെ പോകാമെന്ന് വെച്ചു. കാരണം നല്ലപോലെ മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് വരാം, പിന്നെ ബസ്സിലായതുകൊണ്ട് വേഗം പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ വണ്ടിയിലല്ല പോകണം, ഓട്ടോയിലല്ല. ഇവിടെ ഓപ്പോസിറ്റ് ഓട്ടോ ഉണ്ട്, തൊട്ടപ്പുറത്ത് ഓട്ടോ ഉണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ. പക്ഷേ നമ്മൾ ഓട്ടോയിൽ വേണ്ട, കാരണം ഓട്ടോയിലും പൈസ കൂടുതലാണ് കേട്ടോ. ബസ്സിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ എന്താണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നു. കുറേ ദിവസം നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഞാൻ അന്നൊരു ദിവസം എപ്പോഴും ഈ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് നാളെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇത് ഇടാൻ തന്നെ വിചാരിച്ചു. വേഗം കിട്ടിയത് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ നോക്കുന്ന സമയം എത്രയായിരുന്നാണ് നോക്കുന്നത്. വേഗം തന്നെ പോകണം. അവിടെ അച്ഛൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുകയാണ് കേട്ടോ. ഞാനും അച്ഛനാണ് പോകുന്നത്. അപ്പോൾ എന്താണ് വേഗം തന്നെ ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. 5:30 തന്നെയാള് വരുള്ളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും ഞാൻ വേഗം തന്നെ റെഡിയാണ്. ഒരു മണി സമയത്താണ് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ മുടി കെട്ടിയിട്ടോ, സാധാരണ പോലെ മുടി കെട്ടിയിട്ടോ. പിന്നെ അതിന് ശേഷം ഓക്കെയൊക്കെ കാണിക്കുകയാണ്. പിന്നെ പൊട്ട് തൊട്ടു. പിന്നെ അതിന് ശേഷം കണ്ണാട വെച്ചു. പിന്നെന്താ അതിന് ശേഷം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ മുടി കെട്ടിയത് ശരിയായില്ല കേട്ടോ. അതിന് ശേഷം ബണ്ണ് കാണിച്ചു തരാണ്. ഈ ബണ്ണാണ് ഞാൻ ഇടുന്നതെന്നൊക്കെ കാണിച്ചു തരാണ്. ഞാൻ കുറച്ച് ലൈറ്റിങ് കുറച്ച് കുറവുണ്ടാവും, കുറച്ച് സോറി കേട്ടോ ഗൈസ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പക്ഷേ വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ലാമ്പ് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കണമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ കമ്മലിടാണ്, സ്ലൈഡ് കുത്താണ്, സോറി കമ്മലല്ല സ്ലൈഡ് കുത്താണ്, നമ്മൾ സ്ലൈഡ് കുത്താണ്. പിന്നെ ഈ ഒരു മാലയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു മാല എൻ്റെ ഫേവറേറ്റാണ്. ഈ ഒരു കമ്മലിട്ട എൻ്റെ ഫേവറേറ്റാണ്. മാലയും കമ്മലൊക്കെ ഞാൻ എപ്പോഴും ഇടുന്ന കോമൺ കമ്മലുകളാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് വേറെ ടൈപ്പ് കമ്മലും മാലയൊക്കെ ഇട്ടുകൂടെ. ഞാൻ എന്തായാലും ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊളാബറേഷൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേസായിട്ട് കുറേ നല്ല കമ്മലും മാലയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇടാട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ഈ കമ്മലിട്ടു, അതിന് ശേഷം പിന്നെ മാല ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മലൊക്കെ നല്ലപോലെ ഇട്ടു. അതിന് ശേഷം എന്താണ് പിന്നെ എന്താ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം നല്ല മഴയുള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഈ ഒരു മാല ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മാലയാണ് ഇടുന്നത്. പിന്നെ അതിന് ശേഷം കാണിച്ചാലാണ് ഈ മാല ഇട്ടു എന്നുള്ളത്. പിന്നെ പൗഡറിനായിട്ട് ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വളാട്ടോ, രണ്ടത്ത് വെറുതെ 2 വള. എൻ്റെ വാച്ച് ഇല്ലാത്തതുകൊണ്ടാണ്, വാച്ച് കേട് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. ശരിയാക്കിയിട്ടുണ്ട്, വാങ്ങിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാളിട്ട് അഡ്ജസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ വാച്ച്. കുറേ നാളായിട്ട് ഞാൻ വാച്ച് ഇടുന്നത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ 2 മോതിരൊക്കെ ഇട്ടു, റെഡി ആയിട്ട് ഗേൾസ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ണ് ജസ്റ്റ് പിരിക്കണം, കാരണം പിരിയാൻ നല്ലപോലെ എഴുതാനൊന്നും വെറുതെ എഴുതിയതാണ്. വല്ല ഡാർക്കൊന്നും ഇല്ല കേട്ടോ, വെറുതെ സാധാരണ പോലെ എഴുതാണ്, വേറെ വലിയ ഡാർക്കൊന്നും ആയിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ എഴുതിയിട്ടോ ഫുള്ള് റെഡി ആയിട്ടോ. ഞാനപ്പോൾ ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങനെ ഞാനും അച്ഛനും കൂടിയും നമ്മൾ ഇറങ്ങിയിട്ടോ ബസ് സ്റ്റോപ്പിൽ. നമ്മൾ ഈ ഒരു ബാഗ് ഇട്ടുണ്ട് കേട്ടോ, എൻ്റെ എസ്തെറ്റിക് ആയിട്ടുള്ള ബാഗ്. അങ്ങനെ ഞാനും അച്ഛനും കൂടിയും ഇവിടെ നിൽക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല മഴയെന്ന് വെച്ചാൽ അത്ര വലിയ മഴയില്ല, എന്നാലും മഴയുണ്ട്. നമ്മൾ മഴ എന്ന് പറയുമ്പോൾ മഴയുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട പിടിച്ച് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ. ഞാൻ അവളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പിൽ ഞാനും അച്ഛനും ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനും അച്ഛനും കൂടി അങ്ങനെ കയറിയിട്ടു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഷട്ടറൊക്കെ അടച്ചിരിക്കാൻ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മുടെ കൊറിയർ ഓഫീസ് എത്തി. അങ്ങനെ നമുക്ക് കൊറിയറൊക്കെ കിട്ടിയിട്ട് സൈനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കൊറിയറൊക്കെ കിട്ടി ഹാപ്പിയാണ് ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ ഗൈസ്. പിന്നെ അതിനിടയ്ക്ക് ഗുരുവായൂർ നമ്മൾ 2 ബസ് കയറാണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ മറ്റേ ബസ് എടുക്കാൻ പറ്റില്ല, കാരണം തിരക്ക് അത്രയായിരുന്നു, ഫോണൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത് കേട്ടോ. 2 ബസ്സും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ വന്നു ഗേൾസ്. അങ്ങനെ നമ്മുടെ കൊറിയർ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും, നിങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും എത്ര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ട്. കാരണം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഹാപ്പിനെസ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ഹാപ്പിനെസ്സാണ്, അത്രയും സന്തോഷമാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടണം ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഫസ്റ്റ് ടൈം ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായാൽ മനസ്സിലാവും കേട്ടോ. സോ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഭയങ്കര ക്ഷമക്കുള്ളതുകൊണ്ട് തന്നെ വേഗം ഞാൻ തുറക്കാണ്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, കാരണം എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തുറക്കാണ് ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ കൊളാബറേഷൻ വീഡിയോ എനിക്ക് ഇടണം കേട്ടോ. ഞാൻ എന്തായാലും ഇടാട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ നിങ്ങൾ വേഗം പോയി കാണാം. നിങ്ങൾ എന്തായാലും ഞാൻ ഇടാം, നിങ്ങൾ എന്തായാലും പോയി കാണാം കേട്ടോ. ആൻഡ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന റാഷ് ജുവൽസ് എന്നാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. അവർ ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഫ്രണ്ട്സ്. അവർ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കിട്ടും കേട്ടോ ഫ്രണ്ട്സ്. അതിലത്തെ ഇതാണ് ഫസ്റ്റ് കമ്മൽ, നല്ല രസമായിട്ട് കാണാൻ. എന്താ പറയുക, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് എത്ര നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്നും പോവില്ല. ആൻഡ് ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് ആൻറ്റി ടെർണിഷാണ്. ആൻഡ് ഇത് ഭയങ്കര സൂപ്പറാണ്. നമുക്ക് ഈ കമ്മലും എനിക്ക് മോതിരം കിട്ടിയിട്ടുണ്ട്, കുഞ്ഞു മോതിരം. പിന്നെ അതിൻ്റെ മോതിരത്തിന് മാച്ചായിട്ടുള്ള കമ്മലുമാലയും പിന്നെ എന്തോ ഒരു താങ്ക് യു കാർഡ് പോലെയുണ്ട്. പിന്നെ വേറെ 2-3 കമ്മലുമാലൊക്കെ ഉണ്ട്. ഞാൻ ഹാപ്പിനെസ് കണ്ടാൽ മനസ്സിലാവും അത്ര ഹാപ്പിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ജ്വല്ലറീസും പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാം ടൈപ്പ് മാലയും കമ്മലും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാഷ് ജുവൽസ് എന്തായാലും പോയി വിസിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു ഗൈസ്. ഭയങ്കര സൂപ്പറുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതേതാ സോങ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ പോയി അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇത് ക്രോപ്പ് ടോപ്പും പാവാടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിന് മാച്ചിങ് ആയിട്ട് കമ്മലും മാലയുള്ളതുകൊണ്ട്. അപ്പോൾ ഏത് സോങ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് പോയി ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ അത് ഫോളോ ചെയ്യാനും മറക്കരുത് ഗൈസ്. അതിന് ശേഷം ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ നല്ല പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിങ്കിഷ് ആയി, ഫുൾ പിങ്കാണ്. അങ്ങനെ എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. രാത്രി ദോശയാണ് കേട്ടോ. കാരണം അറിയാമല്ലോ കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 5:30ക്കാണ് കറണ്ട് വന്നിട്ട് ഗൈസ്. അപ്പോൾ കറണ്ട് വന്ന സന്തോഷത്തിൽ പിന്നെ രാത്രി എന്തായാലും ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം കറിയൊന്നുമില്ല കേട്ടോ. തക്കാളി കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ
അങ്ങനെ ദോശ ഉണ്ടാക്കി തുടങ്ങി. നമ്മുടെ ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനും അമ്മയും കൂടി ഉണ്ടാക്കി. അങ്ങനെ ദോശയും ചമ്മന്തിയും കഴിക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ചോറും ഇടും. ചോറും പിന്നെ കുറച്ച് വേറെ കറിയൊന്നുമില്ല, അപ്പോൾ മോരും കാര്യങ്ങളൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കണം. നമ്മൾ ഇത് ഐറ്റം വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രൈംസ്, നല്ല ഓറഞ്ച് ആയിട്ടുള്ള ഫ്രൈംസ്. പിന്നെ കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കാണിച്ചാണ്. ഇത് മൊത്തം പഠിക്കാനൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ വെച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഹിന്ദി എക്സാം ഉണ്ട് കേട്ടോ നമുക്ക് 7ാം തീയതി, അപ്പോൾ അത് പഠിക്കാനുണ്ട്. പിന്നെ എല്ലാ ദിവസവും വായിച്ച് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഹിന്ദിയുടെ. അപ്പോൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുഞ്ഞായിട്ടാണ് എപ്പോഴും എഴുതാം കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയാനുണ്ട്. ഞാൻ ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയെല്ലാം. പിന്നെ നമ്മുടെ പ്രൊഫഷൻ മാർക്കല്ലേ കേട്ടോ ഈ ഒരു ബോക്സ് എപ്പോഴും ഓർമ്മ വെക്കണം, നമ്മുടെ ഓർഗനൈസർ. അങ്ങനെ എന്തായാലും അതൊക്കെ ചെയ്തു കിട്ടും. സുയാ അപ്പോൾ നമ്മളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ കണ്ണ് മറ്റേ ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ എഴുതിയതാണ് ജസ്റ്റ് പിരിക്കും കേട്ടോ. സോ അതങ്ങനെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. കമ്മലും മാലൊക്കെ കൂടിയിട്ടു ഗൈസ്. ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെല്ലാം പോസ്റ്റൊക്കെ ചെയ്തു, ഷൂട്ട് ചെയ്തു. അല്ല അപ്പോൾ ഇനി കുറച്ച് ഇനി എഡിറ്റിങ് ചെയ്യാണ്ട്. പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് വരുന്നില്ല. പിന്നെ നമുക്ക് നാളെയും മറ്റന്നാൾക്ക് അവധിയാണല്ലോ, സൺഡേയും. പിന്നെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് പഠിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടമായി, എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യാൻ. അങ്ങനെ ഇരുന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്താണ് വേണമെന്നുള്ളത് ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ എന്താ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. സോ യാ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഐ ലവ് യു ഓൾ.